ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സംഭവമാണ് നമ്മുടെ വലിയ ടൈഗർ പ്രോൺസ്. അപ്പം അതിന് നന്നായി ക്ലീൻ ചെയ്തിട്ട് തലയും ഉടലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ തണുപ്പായത് കൊണ്ടാണ് ഓയിൽ അത്ര കുറച്ച് കട്ടിയായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 4 ഉള്ളി, വലിയ ഉള്ളി കേട്ടോ, 4 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് 4 5 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉടഞ്ഞിട്ട് വരണം. ആ സമയം കൊണ്ടാണ് നമ്മൾ ബാക്കി പൊടിയൊക്കെ ചേർക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാവുന്നതാണ് ഉപ്പ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രോൺസ് ഉണ്ടോ, വലിയ പ്രോൺസാണ് ടൈഗർ പ്രോൺസ്. ഇനി നമ്മളിത് മസാലയാക്കി വെച്ചിട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ടൈഗർ പ്രോൺസ് തന്നെ കിട്ടണമെന്നില്ല, നോർമലായിട്ടുള്ള ചെമ്മീൻ കിട്ടിയാൽ തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പത്തലിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വീണ്ടും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ ജീരകത്തിൻ്റെ ഒക്കെ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ട് ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചെമ്മീൻ മസാല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ സ്റ്റേ ട്യൂൺ.